നമസ്കാരം. ഇന്നൊരു സന്തോഷ കാര്യം പറയട്ടെ. 41 ദിവസമായി മധുരം ഒന്നും കഴിച്ചിട്ടില്ല. മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ ആഡഡ് ഷുഗറായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇതെനിക്കൊരു പേഴ്സണൽ വിക്ടറിയാണ്. കാരണം എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാൽ കുറേ കാലം മുമ്പാണെങ്കിൽ പോലും ഒരു സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി ചോക്ലേറ്റ് തിന്നുന്ന ടീമാണ് ഞാൻ. അതിൽ നിന്ന് ക്രമേണ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മധുരത്തിൻ്റെ ദോഷങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് വരുമായിരുന്നു. ഒരു ചലഞ്ചായിട്ടൊരു മനസ്സിൻ്റെ ഒരു വിൽ പവർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. 41 ഡേയ്സ് പോകാമെന്ന് വെച്ചു. കുറേ അധികം ടെസ്റ്റിംഗ് ടൈംസൊക്കെ ഉണ്ടായി. കാരവാനിൽ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കൂടെ പോയിരുന്നിട്ട് മിണ്ടാണ്ട് തിന്നാണ്ടൊക്കെ എണീറ്റ് വരേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ പാസ് ചെയ്ത് ഒരു കോൺഫിഡൻസോടെയൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ചധികമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് വ്യത്യാസം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു മൈൻഡ് പവറിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റബേണായിട്ട് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈലും നല്ലതാണെങ്കിലും കുറച്ച് വയറുണ്ട് എനിക്ക്. അത് കുറയാൻ തുടങ്ങി. കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബലൂണ് ചുരുങ്ങൂലേ, അതുപോലെ ഇങ്ങനെ ഷൂന്നൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചുരുങ്ങുന്ന ഫീല് ഇതെനിക്ക് തന്നെ റിയലൈസ് ചെയ്തു. സോ ഇറ്റ് ഗേവ് മീ റിയലി മോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ പറ്റി. ഇപ്പം 41-42 ദിവസമായി. ക്രേവിങ്സ് ഒട്ടുമില്ല. മധുരം കഴിക്കണം എന്നിങ്ങനെ ആലോചിക്കുമ്പോഴും വേണമെന്ന് ബോഡി പറയുന്നില്ല. അപ്പോൾ അതൊരു ഗുഡ് സൈനായിട്ടാണ് എനിക്ക് തോന്നണേ. മാത്രമല്ല ആ ഇരുന്ന വയറെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇപ്പം എക്സ്ട്രാ ഷുഗർ എത്താത്തതുകൊണ്ടായിരിക്കും വയറ് ഒന്ന് ഒതുങ്ങി തുടങ്ങിയതൊരു വലിയ സന്തോഷമാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോയെന്ന് ഇപ്പം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വളരെയധികം ഇങ്ങനെ ഇഷ്ടം തോന്നി വേണം തോന്നിക്കഴിഞ്ഞാൽ മാസത്തിലൊരിക്കയോ മാക്സിമം 2 തവണയോ കഴിക്കാവൂ. എന്തായാലും ഷുഗർ അത്ര നല്ലതല്ല ശരീരത്തിന്. അല്ലാതെ നമുക്ക് ധാരാളം എത്തുന്നുണ്ട് ഷുഗേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് ഓൾ. മേ ബി ആർക്കെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ തോന്നിയാലോ.